നമസ്കാരം, രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ ആവാൻ ഇനി എത്രയല്ലേ ദിവസമുള്ളൂ. അപ്പോൾ വൈനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ആ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആരംഭിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു വൈൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ പലതരത്തിലുള്ള വൈനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കി നോക്കി നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. പഴത്തിൻ്റെയും അതുപോലെ തന്നെ നെല്ലിക്ക, മുന്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൈൻ എന്ന് പറയുമ്പോൾ പൈനാപ്പിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വൈന് നമ്മൾ പൊതുവേ ഉണ്ടാക്കുമ്പോൾ പറയുന്ന കുറേ കോമൺ കാര്യങ്ങളുണ്ട്, കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഈ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ വൃത്തിയാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ ഉപയോഗിക്കുന്ന ഭരണിയായാലും അതുപോലെ തന്നെ ഇളക്കാൻ ഉപയോഗിക്കുന്ന തവി ആയാലും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, വെള്ളത്തിൻ്റെ അംശം പാടില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെന്താ, അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ വൈൻ ഉണ്ടാക്കാനുള്ള ഒരുക്കം തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമുക്ക് സമയം കളയാതെ വേഗം നോക്കാം എങ്ങനെയാണ് ഈ ഒരു പൈനാപ്പിൾ വൈന് പ്രിപ്പയർ ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് 2 പൈനാപ്പിൾ ആയിരുന്നു. അപ്പോൾ അത് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 900 grams വന്നിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഈ ഒരു കറുപ്പ് കളറില്ല, അതൊന്നും ഒരു കുഴപ്പമില്ല. അതുപോലെ പൈനാപ്പിളിൻ്റെ നടുവിലുണ്ടാവില്ലേ, എന്താ അതിന് പറയാ, പലയിടത്തും പലതാ പറയാ, കൂഞ്ഞെന്നൊക്കെ പറയും. അപ്പോൾ അത് കൂടെ ചേർത്താണ് നമ്മൾ മുറിച്ചിട്ടത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് അങ്ങ് മുറിച്ചിട്ടതാണ്. പിന്നെ നമ്മൾ പഞ്ചസാര എടുത്തിരിക്കുന്നത് 750 gram ആണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു പൈനാപ്പിളിൻ്റെ മധുരം നോക്കിയിട്ട് എടുക്കാം. അപ്പം തീരെ മധുരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എടുത്ത അളവിന് തന്നെ 900 gram തന്നെ പഞ്ചസാര എടുക്കാം, അതായത് ഒരേ അളവിൽ എടുക്കാം. പിന്നെ നമ്മൾ ഒരു കഷ്ണം പട്ട, അതുപോലെ 3 ഏലക്ക, 3 ഗ്രാമ്പു ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് വേണം. ഈസ്റ്റ് നമ്മൾ 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം ചെറിയ ഈസ്റ്റാണ് കേട്ടോ. വലിയത് എടുക്കുകയാണെങ്കിൽ കുറച്ച് വാം വാട്ടറിൽ കുറച്ച് സമയം വെച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം ഡയറക്റ്റ് ആയിട്ട് ചേർക്കാം. പിന്നെ ഇത് നുറുക്ക് ഗോതമ്പാണ്. ഞാൻ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വലിയ ഗോതമ്പുണ്ടല്ലോ, സാധാരണ ഗോതമ്പ്, അതില്ലാത്തത് കൊണ്ടാണ് നുറുക്ക് ഗോതമ്പ് എടുത്തത്. അതുണ്ടെങ്കിൽ എപ്പോഴും അത് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ മെയിനായിട്ട് വേണ്ടത് വെള്ളമാണ്. ഇത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്. 1.5 ലിറ്റർ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയായിട്ട് തുടച്ച് ഉണക്കി വെള്ളമൊന്നും ഇല്ലാത്ത ഒരു മരത്തിൻ്റെ തവി വേണം. അതുപോലെ തന്നെ ഇതെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭരണിയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ജാറോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭരണി കേട്ടോ. വൈന് നമ്മൾ ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു ഭരണിയിലാണ് വൈൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഭരണി എന്ന് പറഞ്ഞാൽ നല്ലപോലെ കഴുകി ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഉണക്കിയതാണ്. വെള്ളം തീരെ പാടില്ല. അപ്പം നല്ലപോലെ ഉണക്കിയ ഈ ഭരണിയിലാണ് നമ്മൾ വൈൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ഒരു മരത്തിൻ്റെ തവിയാണ്. അപ്പം ഇതുപോലെ തന്നെ വേറെ ഒന്നിനും ഉപയോഗിക്കരുത്, അതായത് കറി ഇളക്കാനോ അങ്ങനെയൊന്നും ഉപയോഗിക്കരുത്. ഇത് നമുക്ക് വൈന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ വെള്ളമൊന്നും പാടില്ല. അങ്ങനെ തന്നെ ഇത് കാരണം എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, നമ്മളെ പഴയ റെസിപ്പീസിലൊക്കെ പറയുന്ന പോലെ വൈന് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര നീറ്റായിട്ട് ചെയ്യുന്നു, വെള്ളമൊന്നും ഇല്ലാതെ ചെയ്യുന്നതും, പിന്നെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇത് ഇളക്കുന്നൊക്കെ ഉണ്ടല്ലോ, അപ്പോഴൊക്കെ എത്ര നീറ്റായി ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മുടെ എൻഡ് പ്രൊഡക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൈനാപ്പിളൊക്കെ നിറച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വൈൻ ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു ഭരണി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിതെല്ലാം ഫില്ല് ചെയ്ത് കഴിയുന്ന സമയത്ത് ഒരു 1/4 ഭാഗം മാത്രമേ നിൽക്കാവുള്ളൂ. അതായത് വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെർമെൻ്റ് ആയി കഴിയുമ്പോൾ അത് പുറത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഈസ്റ്റ് ഇടുകയാണ്.
അപ്പോൾ ഈസ്റ്റ് ഇപ്പോൾ ഇത് ചെറിയ തരിയാണ് കേട്ടോ, അതുകൊണ്ട് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം 1.5 ടേബിൾ സ്പൂണോളം ഇളം ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് സമയം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പം ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം. അപ്പോൾ ഇതാ 3/4 ഭാഗമേ ഉള്ളൂ കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ നുറുക്ക് ഗോതമ്പ് അത് ഒരു തുണിയിൽ ഇങ്ങനെ കെട്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗോതമ്പാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഒരു തുണി എടുക്കുക, എന്നിട്ട് അതിലിങ്ങനെ കിഴി കെട്ടുന്ന പോലെ കെട്ടിക്കൊടുക്കാം. ഈ ഒരു കിഴി കെട്ടിയ തുണിയും ഇതുപോലെ നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇന്ന് ഇളക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി 21 ദിവസമാണ് വരുന്നത്. ഇനി വരുന്ന ഇന്നത്തെയും കൂടി ചേർത്ത് 21 ദിവസം കൂടെ നമ്മൾ ഇളക്കി കൊടുക്കും. ഏതാണ്ട് സെയിം സമയത്ത് തന്നെ ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് അടച്ചു വെക്കാം. അടച്ചിട്ട് ഒരു തോർത്തോ മറ്റോ എടുത്ത് നല്ലപോലെ കെട്ടി വെക്കണം. കാരണം പ്രാണികളൊന്നും കയറാൻ പാടില്ല ഉള്ളിൽ. അപ്പം അതുകൊണ്ടാണ് കെട്ടി വെക്കുന്നത്. ഒരു കയറെടുത്ത് ഒരുപാട് ടൈറ്റ് ആക്കണ്ട കേട്ടോ കെട്ടി കൊടുക്കുന്ന സമയത്ത്. വെച്ചാൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു പ്രഷർ ഉണ്ടാവും ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് അധികം ടൈറ്റ് ആക്കണ്ട. ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഭരണിയിൽ നമ്മളെ വൈനിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ, നാളെ തുടങ്ങി ഏതാണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ നമ്മുടെ തവി വെച്ചിട്ട്, തവി ഇപ്പോൾ ഇന്ന് കഴുകി നല്ല ഉണക്കി വെക്കും. എന്നിട്ട് നാളെ മുതൽ ഇത് ഇളക്കി കൊടുക്കും. ഇനി വരുന്ന 20 ദിവസമാണ്. ഇന്നിപ്പോൾ ഒരു പ്രാവശ്യം ഇളക്കി കൊടുത്തു. ഇപ്പോൾ 21 ദിവസം, അങ്ങനെ 21 ദിവസം നമ്മൾ ഇളക്കി കൊടുക്കും. എന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് നമ്മളിത് അരിച്ച് മാറ്റുന്നത്. അപ്പോൾ എന്തായാലും അതും നമ്മൾ കുറച്ച് ദിവസത്തെ കാണിക്കും, ഇളക്കുന്നത് കാണിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ വൈന് മാറ്റി വെക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വൈൻ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശം ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് സൂക്ഷിക്കേണ്ടതെന്നാണ് പറയാം. അപ്പോൾ അധികം വെളിച്ചൊന്നും കയറാത്ത എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പം അടുത്ത ദിവസമാണ് കേട്ടോ, വെരി നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഇളക്കി കൊടുക്കുമ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. എല്ലാ പതയൊക്കെ വന്ന് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഇന്നലെ നമ്മൾ ഇളക്കി കൊടുത്ത പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല മണമാണ് കേട്ടോ. ഇത് വെച്ച സ്ഥലത്തേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു മണമാണ്. നമുക്ക് അടച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഡെയിലി ഇങ്ങനെ ഇളക്കി കൊടുക്കും. നമുക്ക് ഇത് വീണ്ടും അധികം വെളിച്ചൊന്നും കിടക്കാത്ത എവിടെയെങ്കിലും മാറ്റി വെക്കാം. അപ്പം ഇന്ന് 21st ഡേ ആണ് കേട്ടോ. നമ്മൾ ഇളക്കി കൊടുക്കാൻ പോവാണ്. അതായത് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇത് ഇളക്കി കൊടുത്ത് ഇങ്ങനെ വെക്കും. ഇനി നാളെയാണ് നമ്മൾ ഇത് അരിച്ചെടുത്തിട്ട് ബോട്ടിലോട്ട് മാറ്റാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇത് അടച്ച് വെക്കാം. അപ്പം നാളെയാണ് ആ സുദിനം. അത് നമുക്ക് ബോട്ടിലേക്ക് മാറ്റേണ്ടത്. ബാക്കി നമുക്ക് നാളെ കാണാം. അങ്ങനെ നമ്മൾ വൈനെല്ലാം എടുക്കാനുള്ള ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ വൈനിൻ്റെ. എന്നിട്ട് നമ്മൾ സ്ഥിരം ഇളക്കുന്ന ആ ഒരു തവി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഭരണിയിലുള്ള വൈന് ആദ്യം ഒന്ന് അരിച്ചൊഴിക്കാൻ പോവാണ്. അത് നല്ല ഒരു വൃത്തിയാക്കിയിട്ടുള്ള
ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇത് ചെയ്യാം. ഞാൻ സാധാരണ ഈ ഒരു അരിപ്പയുണ്ട്, ഇതിലൂടെയാണ് അരിച്ചെടുക്കാറുള്ളത്. എന്നിട്ട് ജസ്റ്റ് നമുക്ക് തവി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ തുണി വെച്ചിട്ട് തോർത്തോ അങ്ങനെയുള്ള എന്തെങ്കിലും തുണിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും കണ്ട ഒരു പൈനാപ്പിൾ ജ്യൂസ് പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ മട്ടുണ്ട്. അതിപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ അനക്കാതെ കുപ്പിയിലാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുടിക്കാം കേട്ടോ. അതായത് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അരിച്ച് താഴത്തേക്ക് മട്ടടിയും. അപ്പോൾ ഒരു 2 ആഴ്ച കൂടിയൊക്കെ കുപ്പിയിൽ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന സമയത്ത് മട്ട് ഇങ്ങനെ താഴത്തേക്ക് അടിഞ്ഞു വരും. അതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിപ്പം ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ എന്തായാലും ഒരു 2 ബോട്ടിൽ 1 ലിറ്ററിൻ്റെ 2 ബോട്ടിലേക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് മാറ്റി കൊടുക്കാം. അപ്പം നമ്മളിത് 3 ബോട്ടിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മട്ടൊക്കെ ഇറങ്ങിയിട്ട് ഒരു ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ച് കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ 3 ബോട്ടിലാണ് എടുത്തത്. നമ്മൾ 1.5 ഗ്ലാസ് വെള്ളമായിരുന്നു അല്ലേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 2-2.25 ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് വൈൻ കേട്ടോ.